ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജനറലായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, അതുമെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഹൈഫൈ എന്ന് പറയുന്ന ഒരു സ്വിച്ച്. ഹൈഫൈ എന്ന് പറയുന്ന ഒരു സാധാരണ സ്വിച്ചാണ്. അതൊരു 3.5 to 4 ആണ് അതിന് കിട്ടിയിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത്, അതിൻ്റെ ക്വാളിറ്റിക്ക് കിട്ടിയിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത്. അതിന് കുറച്ച് മോഡലുകളൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും തന്നെ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സ്വിച്ച് എന്ന രീതിയിലാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി ബേസ് പറയുകയാണെങ്കിൽ 3.5 to 4 ഉള്ളൂ. അപ്പോൾ കുറച്ച് റേഞ്ച് കുറഞ്ഞ ഒരു സ്വിച്ച് ആയിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. ഹൈഫൈ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലെഗ്രാൻഡ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ് പറയുന്നത്. ലെഗ്രാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൈലിങ്ക്, മൈറിസ്, ആർട്ടിയർ പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതലായി എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു മോഡുലാർ സ്വിച്ചുകളാണ് ഈ പറയുന്ന ലെഗ്രാൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ എവിടെ വേണമെങ്കിലും നമുക്കത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് പ്രത്യേകത. മറ്റുള്ള കമ്പനികളെ പോലെ ചില കടകളിൽ മാത്രമല്ല, എല്ലാ കടകളിലും ഈ പറയുന്ന ലെഗ്രാൻഡിൻ്റെ സ്വിച്ചുകൾ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി ബേസും കുറച്ച് നല്ലതാണ്. അത്ര വലിയ വിലയിൽ ഒരു മീഡിയം റേഞ്ചിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്വിച്ചാണ് ലെഗ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലെഗ്രാൻഡിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ അതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് 4.5 വരെയാണ്. 3.5 മുതൽ 4.5 വരെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്, അതിൻ്റെ ക്വാളിറ്റി റേഞ്ച് വരുന്നത്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു സ്വിച്ചാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ റിട്ടാർഡൻ്റ് സ്വിച്ചുകളും അങ്ങനെയുള്ള ക്വാളിറ്റികളൊക്കെ ഉണ്ട്. പിന്നെ ഡിസൈൻ ബേസിൽ 2-3 മോഡൽസ് ഉണ്ട് അതിന്. ആ മോഡലുകളൊക്കെ നമ്മൾ വളരെ ഫേമസ് ആണ്. മൈലിങ്ക് എന്ന് പറയുന്ന മോഡൽ വളരെ ഫേമസ് ആണ്. ആർട്ടിയർ എന്ന് പറയുന്ന ഹൈ ക്വാളിറ്റി റേഞ്ചിലുള്ളതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വിച്ചാണ്. ഇത് GM എന്ന് പറയുന്ന ഒരു സ്വിച്ചാണ്. GM എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. GM എന്ന് പറയുന്ന മോഡൽസ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാകും. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ജനറലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വിച്ചാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കടകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്വിച്ചാണ്. ഏകദേശം 4-5 മോഡലുകൾക്ക് അവർക്കുണ്ട്. ക്വാളിറ്റിയുടെ കേസിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ലെഗ്രാൻഡുമായിട്ടൊക്കെ ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ഇതിൻ്റെ റേഞ്ച് വരുന്നത് 4 to 4.5 എന്ന് പറയുന്ന റേഞ്ചിലാണ് ഇതിൻ്റെ ക്വാളിറ്റി മെഷേഴ്സ് വരുന്നത്. പക്ഷേ അതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡിസൈൻ വൈസ് വലിയൊരു കുറേ ഡിസൈനുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇവരുടെ പറയുന്നൊരു ക്വാളിറ്റി കുറച്ച് നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റിയാണ് GMൻ്റെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ GM എല്ലാ കടകളിലും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GM എന്ന് പറയുന്നത് ഒരു ISI സ്റ്റാൻഡേർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള സ്വിച്ച് അതിനൊരു ആവറേജ്, ഒരു മീഡിയം റേഞ്ചിലുള്ളൊരു വിലയുമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ബ്രാൻഡ് നോക്കി പോകുമ്പോൾ GM എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കേട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ അത് വാങ്ങാത്തത്. പക്ഷേ ക്വാളിറ്റി ബേസിൽ GMൻ്റെ സ്വിച്ചും വലിയ കുഴപ്പമില്ലാത്തൊരു സ്വിച്ചുകളാണ്. നമ്മൾ 2 വീഡിയോയിലൂടെ 6 സ്വിച്ചുകളൊക്കെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഇനി വരുന്ന ഈ പറഞ്ഞ മൂന്നാമത്തെ വോളിയത്തിലൂടെ നമ്മൾ പറഞ്ഞ 3 സ്വിച്ചുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് നമസ്കാരം.